നടക്കുള്ളൂ. ഇന്നത്തെ കാലത്ത് പറയേണ്ട വളരെ അനിവാര്യമായ ചില കാര്യങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ പറഞ്ഞു പോകാതെ. ഒന്നാമത്തത്, കല്യാണം പ്രേമിച്ചിട്ടല്ല വേണ്ടത് ആണ് ഒരു കാര്യം. ഓപ്പണായിട്ട് പറയാണ്, കല്യാണം പ്രേമിച്ചിട്ടല്ല വേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? പ്രണയ വിവാഹം പരാജയപ്പെടാൻ ധാരാളം കാരണങ്ങളുണ്ട്. ഒരുപാട് കാരണങ്ങളെ കൊണ്ട് പ്രണയ വിവാഹം പരാജയപ്പെടും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു ഹദീസാണ്. മാ നബത ഫിൽ ഹറാമി ഫഹുവ ഔലാ ബിന്നാർ. അതാണ് ഹദീസ്. മാ നബത ഫിൽ ഹറാമി, ഹറാമിൽ തുടങ്ങിയത് ഫഹുവ ഔലാ ബിന്നാർ, അത് നരകവുമായിട്ടാണ് കൂടുതൽ ബന്ധപ്പെടുക. മുഹമ്മദ് നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വഹയിന്റെ ഇൽമാണ് എന്നാണ്. വഹി എന്ന് പറഞ്ഞ സാധനം ഉറപ്പുകളിൽ വെച്ച് ഏറ്റവും ഉറപ്പുള്ള വിവരമാണ്. ഇതിപ്പോ മൈക്കുള്ളോ, ഇതിന്റെ പേര് മൈക്രോഫോൺ എന്നാണ്. ഈ മേലുള്ള സാധനത്തിന്റെ പേര് മൈക്രോഫോൺ എന്നാണ്. ഇത് മൈക്കയാണെന്നും ഇത് മൈക്രോഫോണാണെന്നും ഇതിന്റെ വള്ളിയുടെ കളറ് മഞ്ഞയും ചുവപ്പും കലർന്നതാണെന്നുമുള്ള അറിവിനേക്കാൾ വലിയ അറിവാണ് വഹി. മനസ്സിലായില്ലല്ലോ പഠിച്ചോനെ? ഇന്റെ മോത്ത് രണ്ട് കണ്ണല്ലേ നോക്കാണി, അതിനേക്കാൾ വലിയ വിവരാണ് വഹി പറഞ്ഞാല്. അനുഭവജ്ഞാനത്തെക്കാൾ വലിയ വിവരമാണ് വഹി. അതാണ് വഹി. വഹിയിൽ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ നബത ഫിൽ ഹറാമി, ഹറാമിൽ ആരംഭിച്ചത് ഫഹുവ ഔലാ ബിന്നാർ, നരകത്തിലെ അവസാനിക്കുകയുള്ളൂ. ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു തോന്നലുണ്ടാവും, അതിന് ഹറാമൊന്നും ഉണ്ടാവില്ല, ഒക്കെ നിക്കാഹ് കഴിഞ്ഞിട്ട് ഉണ്ടാവുള്ളൂ, ഞങ്ങൾ തീരുമാനിച്ചതാണല്ലോ. അത് എന്താണ് ഹറാം എന്നറിയാത്തതിന്റെ പ്രശ്നമാണ്. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിന്നപ്പോൾ ഒരു പെൺകുട്ടിയെ കണ്ടു. ചൊവ്വാഴ്ച വീണ്ടും 10 മണിക്ക് സ്കൂളിലേക്ക് ബസ് കാത്തു നിന്നപ്പോൾ അതേ പെൺകുട്ടിയെ കണ്ടു. ബുധനാഴ്ച വീണ്ടും 10 മണിക്ക് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ബസ് കാത്തു നിന്നപ്പോൾ അതേ പെൺകുട്ടിയെ കണ്ടു. ഒരു കുഴപ്പമില്ല. വ്യാഴാഴ്ച 10 മണിക്ക് കാണാൻ വേണ്ടി ബസ് കാത്തു നിന്നാൽ ഹറാം ആരംഭിച്ചു. പ്രണയം ഹറാമിലല്ലാതെ ആരംഭിക്കുകയില്ല. ആരംഭിക്കണ ഒരു കോലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു ഉണ്ടാവില്ല. പ്രണയം ഹറാമിലല്ലാതെ ആരംഭിക്കൂല. അതുകൊണ്ട് തന്നെ മാ നബത ഫിൽ ഹറാം, ഹറാമിൽ തുടങ്ങിയത് ഫഹുവ ഔലാ ബിന്നാർ, അത് നരകത്തിൽ ചെന്ന് അവസാനിക്കലാണ് ഏറ്റവും ബന്ധപ്പെട്ടത് എന്ന് അഷ്റഫുൽ ഖൽഖായ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിനാൽ കല്യാണം പ്രേമിച്ചിട്ടല്ല വേണ്ടത്. രണ്ടാമത്തെ കാര്യം, അതാണ് ഒരു കാര്യം പറയാനുള്ളത്. ഇനിയിപ്പോൾ അത് മറ്റു മതസ്ഥരും കൂടി ആണെങ്കിൽ പറയും വേണ്ടല്ലോ. ഞാൻ ഇപ്പൊ പറഞ്ഞത് മുസ്ലിങ്ങൾ തമ്മിൽ തന്നെ ഉള്ളതിനെ കുറിച്ചാണ്. ഞാൻ അതും കൂടി അല്ലെങ്കിൽ പറയും വേണ്ടല്ലോ. ഇനി രണ്ടാമത് പറയാനുള്ളത്, ഇന്നത്തെ കാലത്ത് പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായി ലഹരി എന്ന വിപത്തിനെ എല്ലാവരും സൂക്ഷിക്കണം. വ്യക്തിപരമായും സൂക്ഷിക്കണം, കുടുംബപരമായും സൂക്ഷിക്കണം, സാമൂഹികമായും സൂക്ഷിക്കണം. പഴയ കാലത്ത് ഒരാൾ കള്ളുകുടിയനാകണമെങ്കിൽ കുറേ കാലം കുടിച്ച് അങ്ങാടി കൂടി ഇങ്ങനെ ഡബ്ല്യു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കണം. അപ്പൊ ആൾക്കാർ പറയും ഓൻ കള്ളുടിയനാണ് എന്ന്. അഡിക്ഷൻ എന്നതിന് പറയും. ഓൻ നിർത്തിയാൽ നിൽക്കൂല. എന്നാൽ ഇന്ന് സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങൾ എന്ന് പറയുന്ന കെമിക്കലുകളാണ്. ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ അഡിക്ഷൻ ഉണ്ടാവും. അത് തമാശക്ക് ഉപയോഗിച്ചാലും, ടേസ്റ്റ് അറിയാൻ വേണ്ടി ഉപയോഗിച്ചാലും, കമ്പനിക്ക് വേണ്ടി ഉപയോഗിച്ചാലും, ഒറ്റത്തവണ ഉപയോഗിച്ചാൽ തന്നെ അഡിക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് തമാശക്ക് ഉപയോഗിക്കരുത്, കമ്പനിക്ക് ഉപയോഗിക്കരുത്, രുചി അറിയാൻ വേണ്ടി ഉപയോഗിക്കരുത്, ആ സാധനം ഉപയോഗിക്കുകയേ ചെയ്യരുത്. ഇന്നത്തെ എല്ലാ ലഹരികളും സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങളാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ, ഞാൻ വായിച്ചതാണ്,
നല്ല വാറ്റ് ചാരായം, പട്ടച്ചാരായം എന്ന് പറഞ്ഞ സാധനത്തിൽ വരെ സിന്തറ്റിക് ലഹരി അടക്കം ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോ വ്യാജനിൽ പിന്നെയും വ്യാജൻ, ഡ്യൂപ്ലിക്കേറ്റിന്റെ ഉള്ളിൽ പിന്നെയും ഡ്യൂപ്ലിക്കേറ്റ് എന്നതാണ് സംഗതി ഉള്ളത്. അതുകൊണ്ട് തമാശക്ക് പോലും ഉപയോഗിക്കരുത്. നമ്മൾ എന്താ വേണ്ടത്? നമ്മൾ വ്യക്തിപരമായി ഞാൻ ഉപയോഗിക്കുന്നില്ല എന്നതിനെ പ്രൗഡ് ആയി കാണണം, അഭിമാനമായി കാണണം. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നത് പുതിയ തലമുറ അഭിമാനമായി കാണുന്ന സാഹചര്യത്തിലേക്ക് വരണം. അതാണ് വ്യക്തിപരം. കുടുംബപരം എന്ന് പറഞ്ഞാല് ഉമ്മാര് മക്കളെ നല്ലോണം ശ്രദ്ധിക്കുക. എന്താ ശ്രദ്ധിക്കേണ്ടത്? ലഹരി വസ്തു അടയാളമില്ലാതെ ഉപയോഗിക്കാൻ കഴിയില്ല. എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെയാണ്, അടയാളം ഉണ്ടാവും. ലഹരിക്ക് പ്രത്യേകിച്ചും അടയാളമില്ലാതെ ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മക്കളിൽ ലഹരിയുടെ അടയാളമുണ്ടോ എന്ന് നിരന്തരം നോക്കിക്കൊണ്ടിരിക്കണം. എന്താ ലഹരിയുടെ അടയാളങ്ങൾ? ലഹരിക്ക് ഒരുപാട് അടയാളങ്ങളുണ്ട്. ചുരുക്കി ഇങ്ങനെ പറയാൻ പറ്റും, നിലവിലുള്ള സ്വഭാവത്തിന്റെ നേരെ ഓപ്പോസിറ്റായ ലഹരി ഉപയോഗിച്ചു എന്ന് മനസ്സിലാവും. നല്ല വർത്താനം പറഞ്ഞിരുന്ന കുട്ടിയാണ്, ഇപ്പൊ മുണ്ടണന്നല്ല. നിലവിലുള്ള സ്വഭാവത്തിന് നേരെ ഓപ്പോസിറ്റ്. തീരെ മുണ്ടീന്നല്ല, ഇപ്പൊ പഞ്ചായത്ത് റേഡിയോ തുറന്നച്ച മാതിരിയാണ്, തൊള്ള കൂടണന്നല്ല. തീരെ ഭക്ഷണം കഴിച്ചിരുന്നില്ല, അപ്പൊ തിന്നൊരു പണിയാണ്. നല്ലോണം തിന്നീന്നു, ഇപ്പോ തിന്നണന്നല്ല. നിലവിലുള്ള സ്വഭാവത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആവുക. ഉറക്കത്തിന്റെ വിഷയത്തിൽ ദിവസം 3 വട്ടം കുളിച്ചിരുന്നു, ഇപ്പൊ കുളിക്കണന്നല്ല. ഇങ്ങനെ നിലവിലുള്ള സ്വഭാവത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയാൽ ലഹരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ്. ഭക്ഷണത്തോട് താല്പര്യം കുറഞ്ഞു വരിക, ശരീരം മെല്ലിച്ചു പോകുക, ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യം കൂടുക, മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത മുതിർന്നവരുമായ അമിതമായ കൂട്ടുകെട്ടുണ്ടാകുക, 50 രൂപ 30 രൂപ പോലത്തെ ചെറിയ ചെറിയ പൈസ പെരേന്ന് കളവ് പോവുക, ഇതൊക്കെ പ്രധാനപ്പെട്ട അടയാളങ്ങളാണ്. കിടന്നുറങ്ങുന്ന റൂമിന്റെ വാതിൽ എപ്പോഴും കുറ്റിയിടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഉറങ്ങിയ റൂമിൽ പേപ്പർ കത്തിച്ചതിന്റെ അടയാളം കാണുക, ഇതൊക്കെ ലഹരിയുടെ അടയാളങ്ങളാണ്. അടുത്ത കുടുംബത്തോട് ദേഷ്യം കാണിക്കുക, അമ്മാനോടും പെങ്ങന്മാരോടും. അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യം കാട്ടുക. ഇളയമ്മാന്റെ മകളെ കെട്ടിച്ചു കൊടുത്ത് ഇടക്കിടക്ക് പോവുക, ഇമ്മാനോടും പെങ്ങന്മാരോടും ദേഷ്യം കാണിക്കുക. അടുത്ത കുടുംബത്തോടുള്ള ദേഷ്യം ലഹരിയുടെ അടയാളമാണ്. അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യം ഉണ്ടാവുന്നതിന് കുഴപ്പമില്ല, അതിനൊരു പരിധി വേണ്ടേ? ആ പരിധി വിട്ടാൽ അത് ലഹരിയുടെ അടയാളമാണ്. ഇങ്ങനെ അടയാളങ്ങൾ കാണുകയാണെങ്കിൽ ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കണം. അഡിക്ഷൻ ഇന്ന് ചികിത്സിച്ചാൽ മാറുന്ന അസുഖമാണ്. അതുകൊണ്ട് ഡി അഡിക്ഷൻ സെന്ററുകളിൽ പോയി കൗൺസിലിങ്ങും ഒപ്പം മരുന്നും കൊടുത്ത് മാറ്റിയെടുക്കണം. നല്ലോണം പൈസ ചെലവാകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അല്ലാതെ ഇപ്പം എന്താ കാട്ടുക എന്നതാണ് പറയാനുള്ളത്. അതാണ്. അപ്പൊ അതുകൊണ്ട് കുടുംബപരം. ഇനി സാമൂഹികമായും ലഹരിയുടെ ഉപയോഗത്തെ സൂക്ഷിക്കണം. സാമൂഹികമായി സൂക്ഷിക്കുക എന്ന് പറഞ്ഞാല് ഒരു നാട്ടിൽ ലഹരിയുടെ വ്യാപനമോ കച്ചവടമോ നടക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക. അറിയിച്ചിട്ട് എന്താന്നുള്ളത് രണ്ടാമതൊരു ചോദ്യം കേട്ടോ. നമ്മളെ ഉത്തരവാദിത്തം നിർവഹിക്കുക. ബന്ധപ്പെട്ട അധികാരികളെ ഇന്ന സ്ഥലത്ത് ലഹരിയുടെ ഉപയോഗവും അതിന്റെ വിൽപ്പനയും ഒക്കെ നടക്കുന്നുണ്ട് എന്ന വിവരം അറിയിക്കുക. ഇങ്ങനെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായി ലഹരി എന്ന വിപത്തിനെതിരെ അതിശക്തമായി പടപൊരുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് എല്ലാവരെയും സാന്ദർഭികമായി ഉത്ബോധിപ്പിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് മടങ്ങി വരികയാണ് മുഅ്മിനീങ്ങളെ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരാശയം, നിയ്യത്ത് കൊണ്ട് ആബിദീങ്ങളാവുക. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഇങ്ങനെ ചൊല്ലി ഇബാദത്ത് എന്ന നിയ്യത്തുണ്ടെങ്കിലേ കൂലിട്ടുള്ളൂ. നിസ്കരിച്ചാലും നിയ്യത്ത് തെറ്റിയാൽ കൂലില്ലാതാവും. അപ്പൊ അതുകൊണ്ട് അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതിശക്തമായ മഹബത്തുള്ളവരാവുക. ഈമാൻ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഈമാൻ ഓട്ടോമാറ്റിക് വരും. ഈമാൻ വന്നാൽ അമലു സ്വാലിഹാത്ത് അതിന്റെ കൂടെ വരും. അതായത്
അമലുസ്വാലിഹാത്ത് ഇല്ലാത്ത ഈമാൻ കൊണ്ട് കാര്യമുണ്ട്. അതേ സമയത്ത് ഈമാൻ ഇല്ലാത്ത അമലുസ്വാലിഹാത്തിന് അമലുസ്വാലിഹാത്ത് എന്ന് പറയുക പോലുമില്ല. ഞാൻ ഈ പറയണത് നല്ല മനസ്സിലാക്കണേ. ഒരാൾക്ക്, ഒരു അമുസ്ലിമായ ആൾക്ക് 100 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചോളി. അയാള് 30 സെന്റ് സ്ഥലം 20 ആൾക്ക് പെരകയറ്റാൻ വേണ്ടിയാണ് കൊടുത്താല് മൂപ്പര് കുറെ സ്വതക്ക കൊടുത്തു എന്ന് നമ്മൾ പറയില്ല, ദാനം ചെയ്തു എന്നൊക്കെ പറയും. സ്വതക്ക എന്ന് പറഞ്ഞത് ഇസ്ലാമിലെ ഒരു സാങ്കേതികമായ പ്രയോഗമാണ്. സ്വതക്കക്ക് നീയത്തുണ്ടായിരിക്കണം, നീയത്തിന് ഈമാനുണ്ടായിരിക്കണം. നീയത്തില്ലെങ്കിലും സ്വഹിയാവട്ടോ, അജ്റ് സവാബ് അതിന് നീയത്തുണ്ടായിരിക്കണം. സിഹത്ത് ചില കാര്യങ്ങൾ, ഞാൻ ഒരാള് ഭാര്യനെ അന്നെ ഞാൻ 3 തലാഖും ചൊല്ലിയാറുണ്ട്, ഞാൻ നീയത്ത് വെച്ചിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല, ഓളോളോടുക്കാണ് പോകും. അപ്പൊ സിഹത്ത് മുത്തില എന്ന് പറഞ്ഞത് വേറൊരു കാര്യമാണ്. അജ്റ് കൂലി ലഭിക്കണ്ടേ, സവാബ് ലഭിക്കണ്ടേ, അതിന് നീയത്തുണ്ടായിരിക്കണമല്ലോ. എന്നാൽ നീയത്തിന് ഈമാനും ഷർത്താണ്. സദഖക്ക് നല്ല ഉദാഹരണം ഇതിലേറെ ഫിറ്റായത് പറയാം. റമദാൻ മാസമായി, ഒരമുസ്ലിമായ ആള് കുറെ കൊല്ലങ്ങളോളായിട്ട് റമദാൻ മാസത്തിൽ ഉപവാസം അനുഷ്ഠിക്കുന്നു. ഇസ്ലാമിന്റെ സാങ്കേതിക അർത്ഥത്തിലുള്ള സൗം അയാൾക്കുണ്ടെന്ന് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? സൗമിന് 2 നിബന്ധനകളാണുള്ളത്. 1 നിയ്യത്ത്, 2 ഇംസാക്ക്. 1 നിയ്യത്ത് വെക്കുക, 2 നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കുക. രണ്ടാമത്തതുണ്ട്, ഒന്നാമത്തത് ഉണ്ടായിട്ടില്ല. എന്നാ പിന്നെ നീയത്തണ്ട് വെച്ചാ പോരേന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നീയത്തിന് ഈമാൻ ഷർത്താണ്. നീയത്ത് വെക്കല് നടക്കൂല, നീയത്തിന് ഈമാൻ ഷർത്തുണ്ട്. 1 അസ്ലാണ്, മറ്റൊന്ന് ഫർആണ്. ഫർഅ് ഇല്ലാത്ത, അമൽ ഇല്ലാത്ത ഈമാൻ കൊണ്ട് കാര്യമുണ്ട് എന്നാ ഞാൻ പറഞ്ഞത്. അതേ സമയത്ത് ഈമാനില്ലാത്ത അമൽ കൊണ്ട് പ്രയോജനമുണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഏത് ഇബാദത്തുകളും ഇബാദത്തിന്റെ പരിധിയിൽ വരണമെങ്കിൽ ഈമാൻ ഭദ്രമായിരിക്കണം. ഈമാൻ ഭദ്രമാക്കാനുള്ള എളുപ്പ വഴി മുസ്തഫായ നബി തങ്ങളോട് അടങ്ങാത്ത താല്പര്യമാകുന്നു. ഈമാൻ പോയ ആൾക്കാർക്ക് നിങ്ങൾ പരിശോധിച്ച് നോക്കോളി. യുക്തിവാദികൾ എന്താ പ്രശ്നം? മുത്തുനബിനോട് താല്പര്യമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നിരീശ്വരവാദി എന്താ പ്രശ്നം? മുഹമ്മദ് നബിയോട് താല്പര്യമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂജാഹിലിന് എന്താ കുഴപ്പം? ലഅനത്തുല്ലാഹി അലൈഹി. ഈ അബൂജാഹിലിന് എന്താ കുഴപ്പം? അബൂജാഹിലിന് കുഴപ്പം അള്ളാഹുവിൽ വിശ്വാസമില്ലാതായതല്ല. അബൂജാഹിൽ കുടുങ്ങിയ അള്ളാഹിനെ വിളിച്ച് ദ്വാരക്കലൊക്കെ ഉണ്ട്. ബദറിലേക്ക് പോകുമ്പോ മൊയ്തീൻ കുട്ടിയുടെ ബദർ പടപ്പാട്ടിലുണ്ട്. ബദറിലേക്ക് പോകുമ്പോ അബൂജാഹിൽ കഅബന്റെ കില്ല പിടിച്ചിട്ട് ദ്വാരക്കുണ്ട്. ഇറയോനെ ഹാദൽ ബൈത്തുടെ നായനെ ഹക്കുട് ബാത്തില് 2 ഇടയെ പിരിത്തിടണം ഇന്ത ദിനം തനിലെ. ഞങ്ങൾ 2 ഭാഗത്ത് നിൽക്കുന്നവരാണ്. നമതിരു ഭാഗം നിൽക്കുവരിൽ ഒരു പേർകൾ ഹക്കുടയോർ, അവർ ആര് ഉനക്കറിയാം, അവർകളെ ഇനതിൽ പിരിത്ത് ഹലാസിയത്താക്കിട് നീ പരനെ. അതാണ് ദുആ. പരനെ രണ്ടാലൊരു ദീനിനെ പോരിശയാക്കി നീ ദായിമിൽ കാത്തുകൊൾ. ഫത്താഹേ താമസം ചെയ്തിടാ ദുത്തിരം നൽകിടൂ നീ. ആർദാ ദുആ? അബൂജാഹിൽ. ഫത്താഹ് എന്നൊക്കെ ഉണ്ട്, അസ്മാഉൽ ഹുസ്നക്കുള്ള ദുആയാണ്. സത്യത്തിൽ അബൂജാഹിലിന് എന്താ പ്രശ്നം? അല്ലാഹ് ഒന്നാന്ന് സമ്മതിക്കാൻ തയ്യാറില്ലാത്തതല്ല. ഈ നാട്ടിൽ ഒരു നബി വരികയാണെങ്കിൽ ബഹുമാനമാക്കപ്പെട്ട ഞാനാണത് വരേണ്ടത്. അതാ യത്തീംകുട്ടിയായത് ശരിയായില്ല. മുഹമ്മദ് നബിയോടുള്ള താല്പര്യക്കുറവാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിദഅത്തുകാരുടെ അസ്ൽ എന്താ? മുഹറം മാസായാല് നമ്മളെ മദ്രസയിലെ ഉസ്താദുമാര് കുട്ടികൾക്ക് നബിദിന പരിപാടികൾ കൊടുക്കൽ തുടങ്ങും. റബീഉൽ അവ്വൽ 12 നബിദിന. അതേ മുഹറം മാസായാൽ മുഹമ്മദ് സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു എന്ന പ്രഭാഷണം ആരംഭിക്കും. മുഹറം മാസായാല് മദ്രസയിലെ നബിദിന പരിപാടികൾക്ക് കുട്ടികൾക്ക് പാട്ടും പ്രസംഗവും കഥാപ്രസംഗവും കൊടുക്കും. അതേ സമയത്ത് മൗലിദ് ശിർക്ക് തന്നെയാകുന്നു എന്ന് ഇലക്ട്രിക് പോസ്റ്റുമേ എഴുതുകയും ചെയ്യും. എന്താ പ്രശ്നം? മുത്തുനബിനോടുള്ള താല്പര്യക്കുറവ്. സല്ലല്ലാഹു അലൈഹി വസല്ലം
അതിൽ നിന്നാണ് ഇബാദത്തുകൾ വരുന്നത്. അത് നമ്മക്ക് ഉണ്ടെങ്കിൽ ഇബാദത്ത് ഓട്ടോമാറ്റിക്കാണ്. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അടങ്ങാത്ത താല്പര്യത്തെ വെച്ച് പുലർത്തണം. ഏറൂല. ചില ആൾക്കാർക്ക് ഒരു തോന്നലാണ്, നബി തങ്ങളോടുള്ള മഹബത്ത് ഏറിയിട്ട് അള്ളി റസൂൽ ഒന്നായാലോ എന്ന്. ആവൂല. അള്ളാഹ് തന്നെയാണ്. അള്ളാഹു ഖാലിഖിൽ ഏകനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഖ്ലൂഖിലെ ഏകനാണ്. ഒന്നാവൂല. പറഞ്ഞിട്ട് അള്ളാഹു തന്നെ അള്ളാഹുവിന്റെ പേര് മുഹമ്മദ് നബിക്ക് പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ പിന്നെ ഏറുക, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അത് രണ്ടും അള്ളാഹുവിന്റെ പേരാണ്. അല്ലാഹ് തന്നെ അത് മുഹമ്മദ് നബിനെ വിളിച്ചു സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. അതുകൊണ്ട് മദ്ഹ് ഏറൂല. ബാലഗൽ മുദ്ദഹു ഫി ഔസാഫിഹി ഫമ ബാലഗ് ബാലിഗും മിശറമാഉ തിബിമാ ഫിൽ ബാലിബാൽ. ബാലഗൽ മുദ്ദഹു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് പറയുന്ന ആളുകൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ധാരാളമായി പറഞ്ഞു. ബക്കറ്റ് പിരി കൊടുത്തണ്ടേ? നമുക്ക് ഉണ്ടോ? വേണ്ടേ? പിരിച്ചോളിട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ കഴിയും. ഇവിടെ സംഘാടകർക്ക് ഒരു ഓക്സിജൻ സംവിധാനം പിന്നെ വീടുകൾക്കൊക്കെ കൊടുക്കാനുള്ള ഏർപ്പെടുത്തണം എന്നൊരു അഭിപ്രായമൊക്കെ ഉണ്ട്. താല്പര്യമുള്ള ആളുകൾ അതുമായി സഹകരിക്കണം എന്ന് അറിയിക്കണം എന്നവർ പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കാര്യം ആണുങ്ങളെയും പെണ്ണുങ്ങളെയും എല്ലാവരെയും അറിയിക്കുന്നു. നാളെയും പരിപാടി ഉണ്ട്. മുമ്പ് പള്ളിക്കൊക്കെ ഉണ്ടായിരുന്നു ആ സംവിധാനം എന്ന് പറഞ്ഞു. അപ്പം അത് പിന്നെ SKSF-ന്റെ കീഴിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ കാര്യം നിങ്ങൾ അറിയിക്കുകയാണ്. താല്പര്യമുള്ളവർ അതുമായും സഹകരിക്കണം എന്നറിയിക്കുന്നു. ബക്കറ്റായിട്ട് പ്രവർത്തകന്മാർ വരും. അതിൽ നമ്മളെ പരിപാടിയുടെ ചെലവുക്കുള്ള സംഖ്യ എല്ലാവരും ഇട്ട് കൊടുക്കണം. കൊടുത്തിട്ടുണ്ടാവുമല്ലോ, കൊണ്ടുവരുമല്ലോ. അങ്ങനെയുള്ള നമ്മളൊരു പതിവ് അതനുസരിച്ച് ഉണ്ടാവും കയ്യിലുണ്ടാവും. അപ്പോൾ അത് ഇട്ട് കൊടുക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിലേക്ക് വരാം എല്ലാവരും. അന്ത തത്ലഉ ബൈനന ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ الشفيع الأبتهي والحبيب الأعربي. മോനെ സ്റ്റേജിന്മേ ചങ്ങമനാട് ഉസ്താദൊക്കെ ഒരു പഴയ ഗൾഫുകാരനൊക്കെയാണ്. അവിടെ നിന്ന് മേടിച്ചോളി എല്ലാവരും തോന്നും. പിന്നെ സാസ്ന്ന് മേടിച്ചോളി ഇൻഷാ അല്ലാഹ്. പിന്നെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യനെ പെട്ടെന്ന് ആബിദാവാനുള്ള എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞത്. നബി തങ്ങളോട് അടങ്ങാത്ത ഇഷ്ടം വെക്കുക. ഓൻ തന്നെ അറിയാതെ അവൻ ഇബാദത്തുകാരനാവും. അങ്ങനെയാണ്. സഹാബത്തൊക്കെ ആബിദീങ്ങളായി. എന്താ കാരണം? മുത്തുനബിനോടുള്ള താല്പര്യമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ബാക്കിലുണ്ടായിരുന്നത്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമതായി ഞാൻ പറയുന്നത്, ശരീഅത്തിന്റെ ആനുകൂല്യങ്ങളെ ഉപയോഗപ്പെടുത്തി ആബിദീങ്ങളാവണം എല്ലാവരും. കുറച്ചും കൂടി മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരാശയാണ്. ഒന്നും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. പരിശുദ്ധമായ ശരീഅത്തുൽ ഇസ്ലാമിന്റെ ആനുകൂല്യങ്ങളെ ഉപയോഗപ്പെടുത്തി ആബിദാവുക എന്ന് പറഞ്ഞാലേ, പള്ളിയിൽ ചെന്നാൽ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കൽ സുന്നത്താണല്ലോ. ളുഹറിന് ബാങ്ക് കൊടുത്തതിന്റെ ശേഷം ചെന്ന് ളുഹറിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിക്കണ്ടേ? മടിയനാണ്, ഒക്കെ കൂടി ഒത്തൂല. എന്നാ പിന്നെ 2 കൂടിയും കൂട്ടിയിട്ട് 2 റക്അത്ത്. ഇതാണ് ശരീഅത്തിന്റെ ആനുകൂല്യങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ട് ഉള്ള ആബിദാവൽ. തഹജ്ജുദ് നിസ്കരിക്കണം. സുബഹിന്റെ മുമ്പ് നീച്ചിട്ട് 2 റക്അത്ത്.
ഇശ കഴിഞ്ഞ് സുന്നത്ത് കഴിഞ്ഞിട്ട് വിത്രു നിസ്കരിക്കണം, മടിയന. എന്നാൽ ഇശാന്റെ സുന്നത്ത് നിസ്കരിച്ചിട്ട് അവിടെ വെക്കുക, സുബീന്റെ മുമ്പ് നീച്ചിട്ട് വിത്രണ്ട് നിസ്കരിച്ചു കൊടുക്കുക. അപ്പൊ രണ്ടും കൂടിയായി. ഇങ്ങനെ ഇതാണ് ശരീഅത്തിന്റെ ആനുകൂല്യങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ട് ആബിദാവുക എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. എല്ലാ ദിവസവും പള്ളിക്കൊക്കെ ജമാഅത്തിന് പോയിരുന്ന ഒരാള് കാല് കേടന്ന് പ്ലാസ്റ്റർ ഇട്ടിട്ട് സിറ്റ് ഔട്ടില് ഒരു കസാലയിൽ ഇരുന്ന് മറ്റേ കസാലയ്ക്ക് കാലും വെച്ചിങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോ പള്ളിക്കെന്ന് അസ്ർ വാങ്ങി കൊടുത്തു. അപ്പൊ മനസ്സിലിങ്ങനെ വിചാരിക്ക, പഠിച്ചോനെ വയ്ക്കെങ്കിൽ പോകുമായിരുന്നല്ല അല്ലാന്ന്. പോയതിന്റെ കൂലി അപ്പ ചെയ്തു. ശരീഅത്തിന്റെ ഒരു ആനുകൂല്യമാണത്. സ്ഥിരമായി ചെയ്തിരുന്ന ഒരു കാര്യം ചെയ്യാൻ കഴിയാതെ വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് ചിന്തിക്കുക, ആഗ്രഹിക്കുക, അതിന്റെ കൂലി അവിടെ ചെയ്തു. ഇങ്ങനെ ശരീഅത്തുൽ ഇസ്ലാമിന്റെ ആനുകൂല്യങ്ങളെ ഉപയോഗപ്പെടുത്തി ആബിദീങ്ങളായി മാറുക. അങ്ങനെ നമ്മളെ വളരെ അടുത്തൊരാൾക്ക് കല്യാണം ഉണ്ട്, മോളെ കെട്ടിക്കണേ. അവൻ സക്കാത്തിന്റെ അവകാശിയുമാണ്. നമുക്ക് ഏതായാലും സക്കാത്ത് കൊടുക്കും വേണം. എന്നാ പിന്നെ ആ സക്കാത്ത് ഓനാണ് കൊടുക്കുക. സക്കാത്തിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് ഇത് സക്കാത്താണെന്ന് പറയൽ നിർബന്ധമില്ല എന്നാണ്. കൊടുക്കണ ആള് കൊടുക്കാനും അവകാശിയായിരിക്കണം, വാങ്ങുന്ന ആള് വാങ്ങാനും അവകാശിയായിരിക്കണം. പക്ഷെ എന്ത് വേണ്ടതില്ല, ഇതിന്റെ സക്കാത്താണെന്ന് പറയേണ്ടതില്ല. അപ്പൊ നല്ല സുഖാണ്. ആ ആനുകൂല്യം ഉപയോഗപ്പെടുത്തിയിട്ട് ഈ പൈസ ഓനാൻ കൊടുത്താലേ നമ്മളെ സക്കാത്ത് വീടും ചെയ്യും, ഓനെ കുട്ടിനെ കെട്ടിക്കണ ഇതിലേക്ക് പണ്ടം വാങ്ങാൻ കുറച്ച് കായി കിട്ടും ചെയ്യും. ഇങ്ങനെ ശരീഅത്തുൽ ഇസ്ലാമിന് ഇങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. ആ ആനുകൂല്യങ്ങളെ ഉപയോഗപ്പെടുത്തി ആബിദാവുക എന്നതാണ് മൂന്നാമത്തെ കാര്യം. ചെറിയ ചെറിയ ഒരുപാട് കാര്യങ്ങളെ നമ്മൾ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ വലിയ വലിയ ആൾക്കാരായിട്ട് മാറും. ഈ ഇരിക്കണേൽ ഇപ്പൊ നിക്കരിച്ചാത്ത ആരും വന്നിട്ടുണ്ടാവില്ല, ഒരിപ്പം ഇങ്ങോട്ട് വരൂലല്ലോ. പ്രത്യേകിച്ച് ജുമാക്ക് പോകാത്ത ആരും എന്തായാലും ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവില്ല. ഇനി നമ്മളെന്താ ശ്രദ്ധിക്കാനുള്ളത്? ചെറിയ ചെറിയ കാര്യങ്ങൾ, ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഒന്ന്, എല്ലാവർക്കും ഒരു മുസാഫ് വേണം. എല്ലാവർക്കും സ്വന്തമായിട്ടൊരു മുസാഫ് വേണം. അവനാൻ്റെത് വെച്ചിട്ടൊരു മുസാഫ് എല്ലാവർക്കും. പെരേല് അവനാൻ്റെത് എന്ന് പറഞ്ഞിട്ടൊരു എന്നും ഓതൊക്കെയാണ് വേണ്ടത്. മിനിമം പരിപാടിയാണ് ഞാൻ പറഞ്ഞത്. അതുണ്ടായില്ല എന്ന് വിചാരിച്ചോളി. എന്നാൽ പോലും അവനാൻ്റെത് വെച്ചിട്ടൊരു മുസാഫ് എല്ലാവർക്കും വേണം. 2, ഒരു കൂട്ട് വെള്ളത്തുണിയും കുപ്പായും ഒരു തൊപ്പി അല്ലെങ്കിൽ ഒരു ടവല് അല്ലെങ്കിൽ ഒരു ടർക്കി എന്തെങ്കിലും ഒരു സാധനം, ഒരു കൂട്ട് വെള്ളത്തുണിയും കുപ്പായും എല്ലാവർക്കും വേണം. ഇടണം എന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ, ഇടണം എന്നല്ല, വേണം. ഒരു വെള്ളത്തുണി ഒരു വെള്ളക്കുപ്പായും. എന്തേ? ഇൽബസൂ മിൻ സിയാബികുമുൽ ബയാള വകഫിനൂ ഫിഹാ മൗതാകും. നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് വെള്ള വസ്ത്രം ധരിക്കുകയും നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ അതിൽ കഫൻ ചെയ്യുകയും ചെയ്യുക എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണേക്ക് വെള്ള കുപ്പായുണ്ട്, നിസ്കാര കുപ്പായം. അതുകൊണ്ടാണ് ഓലോട് പറയാത്തത്. ആണുങ്ങൾക്ക് ഒരു വെള്ളത്തുണിയും ഒരു വെള്ളക്കുപ്പായും വേണം. എപ്പോഴെങ്കിലൊക്കെ ഒന്നിടുക. വെള്ളിയാഴ്ച പള്ളിക്ക് പോകുമ്പോഴോ മരിച്ചോടത്തേക്ക് പോകുമ്പോഴോ കല്യാണ നിശ്ചയത്തിന് പോകുമ്പോഴോ എപ്പോഴെങ്കിലൊക്കെ ഒന്നിടുക. അങ്ങനെ എല്ലാവർക്കും വേണം. മൂന്നാമത്തെ കാര്യം, ഞാൻ അതിൻ്റെ കൂടെ ഒരു തൊപ്പി പറഞ്ഞിരുന്നു. തൊപ്പി ഇടണം എന്നല്ല കേട്ടോ, വേണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അരയിൽ വെച്ചാൽ നല്ലതാണ്. മരിച്ചോടത്ത് യാസീൻ ഓതുമ്പോൾ എടുത്തുങ്ങാണ്ട് തലയിലിടുക. നിക്കരിച്ചുമ്പോഴും ഇടുക. നിക്കരിച്ചുമ്പോൾ തലമടച്ചാൽ ഒരു നിസ്കാരം 60 നിസ്കാരമായി കിട്ടും. വേറെ അഭിപ്രായത്തിൽ 70 നിസ്കാരമായി കിട്ടും. എന്തിനാ കിട്ടണേ കളയണേ? കിട്ടണേ കളയണ്ടല്ലോ. പള്ളിക്കൊക്കെ കയറിയാല് തൂണിന്റെ ചോട്ടിൽ വെച്ച പ്ലാസ്റ്റിക്കിന്റെ കൊട്ടയിൽ തൊപ്പി കിടക്കുന്നുണ്ട്. അതെടുത്തുങ്ങാണ്ട് തലേ കൗത്തിയാൽ ഒരു നിസ്കാരം 70 നിസ്കാരമായി കിട്ടും. തലേക്കെട്ടിനാണത് പറഞ്ഞിട്ടുള്ളതെങ്കിലും കെട്ടിന്റെ ശ്രേഷ്ഠതയുണ്ട് തൊപ്പിയിലെന്ന് ബിഗയത്ത് 3-ാം ഭാഗമിൽ പറയുന്നു. കിട്ടണ എന്തിനാ കളയുന്നത്? അതൊന്നും നമ്മൾ കൊണ്ടോണ്ടല്ലോ, അവിടെ ഉണ്ടല്ലോ. അപ്പൊ ഒരു തൊപ്പി എല്ലാവർക്കും വേണം.
ഓരോ തൊപ്പിയുള്ളവര് ഒരു തൊപ്പിയും കൂടി വാങ്ങണം. അപ്പൊ രണ്ടെണ്ണാവുമല്ലോ. രണ്ടെണ്ണം ഉള്ളവര് ഒന്നും കൂടി അടുത്ത പ്രാവശ്യം പുത്തമ്പള്ളിക്ക് പോകുമ്പോ വാങ്ങണം. അപ്പൊ എത്രണ്ണാവും? 3 എണ്ണാവും. ഉണ്ടായിരുന്നു നബിക്ക് തൊപ്പികൾ 3, അത് 3 സൈസിൽ ഉള്ളതായി പറയുന്നു. അങ്ങനെ. അപ്പൊ 1 ഒരു മുസാഫ എല്ലാവർക്കും വേണം, 2 ഒരു കൂട്ട് വെള്ളത്തുണിയും കുപ്പായ എല്ലാവർക്കും വേണം, 3 ഒരു തസ്ബീഹ് മാല എല്ലാവർക്കും വേണം. കൊണ്ടിടക്കണം എന്നല്ലോ, ആണിമ തൂക്ക. പനിച്ചിങ്ങനെ വിറച്ചിട്ട് കിടക്കൂലേ ആ സമയത്ത്, ഏടി മാളെ ഇന്റെ ആ തസ്ബീഹ് ഇങ്ങോട്ട് എടുത്താന്ന് പറയണമെങ്കിൽ ആണിമ സാധനം തൂങ്ങിയെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ. അതിന് ആണുക്കും വേണം പെണ്ണേക്കും വേണം. അവനാൻ്റെ തേച്ചിട്ടൊരു തസ്ബീഹ് മാല ഉരുണ്ട മണിയുള്ളത് വാങ്ങിക്കോളി, അതാണ് ചെല്ലാൻ സുഖം. പരന്ന മണിയുള്ളതും ഉണ്ടാവും, ഉരുണ്ട മണിയുള്ളതും ഉണ്ടാവും. ഉരുണ്ട മണിയാണ് ചെല്ലാൻ സുഖമുള്ളത്. ശ്രദ്ധിച്ചു വാങ്ങണേ. ബുദ്ധന്മാർക്കും തസ്ബീഹ് മാല ഉണ്ട്, പിന്നെ ജൂതന്മാർക്കും തസ്ബീഹ് മാല ഉണ്ട്. അതില് 33, 33, 33, 99 33 കഴിയണ 2 സ്ഥലത്ത് പ്രത്യേക അടയാളമുള്ള 2ഉം 99ഉം 2ഉം 101 മണിയുള്ളതാണ് മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്നത്. ബുദ്ധന്മാർക്കുണ്ട്, ജൂതന്മാർക്കുണ്ട്, ക്രിസ്ത്യാനികൾക്കും തസ്ബീഹ് മാല ഉണ്ട്. നമ്മൾ തന്നെ വാങ്ങണം തസ്ബീഹ് മാല. ഉരുണ്ട മണിയിൽ വല്ലാതെ അപകടത്തിൽ പെടൂല. അല്ലാത്തതൊക്കെ വാങ്ങുമ്പോൾ ചിലപ്പം അബദ്ധത്തിൽ പെടും. എഴുത്തുള്ളതും അബദ്ധത്തിൽ പെടും. ചില തസ്ബീഹ് മാലമേ അള്ളാന്നൊക്കെ എഴുതി കാണും, അതിലും അബദ്ധത്തിൽ പെടും. അപ്പോൾ എഴുത്തൊന്നുമില്ലാത്ത ഉരുണ്ട മണിയുള്ളത് നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് 101 മണി 33 ഒരടയാളം, 33 ഒരടയാളം, 33 അങ്ങനെ 99ഉം 2ഉം 101 മണിയുള്ള വാങ്ങാം. ആണിമ തൂക്ക കൊണ്ടിടുന്ന വളരെ ഉഷാറട്ടോ. പുറത്തേക്ക് എടുക്കണ്ട, പോക്കറ്റിൽ ഇട്ടാലും മതി, ബറക്കത്താണ്. വെറുതെ കീശയിലിട്ട് കൊണ്ടിടുന്നാലും മതി, സംഗതി ബറക്കത്താണ്. ബറക്കത്തിന്റെ എല്ലാ അടയാളങ്ങളെയും നോക്കണം. മഷിയിൽ ബറക്കത്തുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എഴുതാല്ലെങ്കിലും കീശയിൽ ഒരു പേന വെക്കണം. മഷിയിൽ ബറക്കത്തുണ്ടെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കീശയിൽ വെറുതെ ഒരു പേന വെക്കുക. എഴുതാനൊന്നും ഇല്ലെങ്കിലും വെക്കന്നെ, അതൊരു ബറക്കത്താണ്. മഷിയിൽ ബറക്കത്തുണ്ട്. അങ്ങനെ ബറക്കത്തിന്റെ വഴികളെയൊക്കെ നമ്മൾ നോക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കുക. ശരീരത്തിൽ എപ്പോഴും വൃത്തി സൂക്ഷിക്കുക. എന്ത് വിഷയത്തിന് പോകുമ്പോഴും ഒരു ഒതുണ്ടാക്കിയിട്ട് പോവുക. എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഒരു ഒതുണ്ടാക്കുക. രാത്രിയിലെ ഓട്ടോറിക്ഷ എടുത്തിട്ട് അങ്ങാടിക്ക് ഓടാൻ വേണ്ടി പോകുകയാണ്, ഒരു ഒതുണ്ടാക്കിയാണ്ട് പോവുക. കല്യാണ നിശ്ചയത്തിന് പോകുകയാണ്, ഒരു ഒതുണ്ടാക്കിയിട്ട് പോവുക. പെങ്ങളെ മോന്റെ നിക്കാഹിന് പോകുകയാണ്, ഒരു ഒതുണ്ടാക്കിയാണ്ട് പോവുക. എല്ലാ കാര്യങ്ങൾക്കും ഒതുണ്ടാക്കും. മീൻ കച്ചവടത്തിന് പോകുകയാണ്, ഒതുണ്ടാക്കിയാണ്ട് പോവുക. എല്ലാ വിഷയങ്ങൾക്കും. ലോറി ഡ്രൈവറാണ്, പന്തൽ പണിക്കാരനാണ്, ക്യാമറക്കാരനാണ്. അവിടെ അങ്ങനെ കാണുന്നോണ്ട് പറയാട്ടോ, തല്ലാൻ വരും ചെയ്യരുത്. ഒരു ഒതുണ്ടാക്കിയാണ്ട് ചെയ്യാൻ എല്ലാ കാര്യങ്ങളും. സുബി കഴിഞ്ഞിട്ട് ഖുർആൻ ഓതിയിട്ട് ആ ഒതുവോട് കൂടെ വരിക അടുക്കളയ്ക്ക്, എന്നിട്ട് തീയൊടിപ്പിക്കുക. അഗ്നി കൈകാര്യം ചെയ്യുമ്പോൾ ബിസ്മി മാത്രം ഉണ്ടായാൽ പോരാ, അഊദ് കൂടെ ഉണ്ടായിരിക്കണം. കാരണം അഗ്നി എന്നത് പിശാചിന്റെ മെറ്റീരിയലാണ്. അതുകൊണ്ട് തീ കൈകാര്യം ചെയ്യുമ്പോൾ ബിസ്മി മാത്രം പോരാ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തിരിച്ചും പറയട്ടോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. തീ കൈകാര്യം ചെയ്യുമ്പോൾ എപ്പോഴും അഊദു ഉണ്ടായിരിക്കണം, ബിസ്മി മാത്രമായാൽ പോരാ. അപ്പൊ ഒതുവോടുകൂടെ ഇങ്ങനെ വന്നിട്ട് ഗസ്റ്റ് വരുന്നുണ്ട്, വിരുന്നുകാര്. എന്നാ പിന്നെ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഓരോ ഒതുണ്ടാക്കിയാണ് ഉണ്ടാക്കന്നെ. അത് കഴിക്കുമ്പോ അതിന്റെ ഗുണം ഉണ്ടാവും. അതന്നെ പ്രത്യേകത. ഹോട്ടല് പൊറാട്ട വീശിയാണ്, ഒരു ഒതുണ്ടാക്കിയാണ്ട് വീശിയാൽ തിന്നണതിന് അതിന്റെ ഗുണം കിട്ടും. ഞാൻ ഒരു പ്രാവശ്യം കോഴിക്കോട് പിന്നെ ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോ അവിടെ കടവ് റിസോർട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അതിപ്പോ ഈ റോഡ് വികസനത്തിന് പൊളിച്ചിട്ടുണ്ട്.
അങ്ങനെ അവിടെ കയറി ഭക്ഷണം കഴിക്കാൻ ഉച്ചക്ക്. അപ്പോൾ പിന്നെ നല്ല മീൽസ്, നാടൻ പിന്നെ മീൽസും മീൻകറിയാണ് പറഞ്ഞത്. അപ്പോൾ പ്ലേറ്റ് ഇതൊക്കെ ആദ്യം കൊണ്ടുവന്ന് വെച്ചെന്നിട്ട് പിന്നെ ചോറ് ഒരു പാത്രത്തിൽ കൊണ്ടുവന്നിട്ട് ഒരു നീല ഷർട്ടും ഒരു പാൻറ്റും ഒക്കെ ഇട്ടിട്ട് ഇൻസൈഡൊക്കെ ചെയ്തിട്ട് ചെറിയൊരു താടിയൊക്കെ വെച്ചിട്ട് ഒരാൾ ചോറിട്ട് വരുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു. ഞാൻ കേൾക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല കേട്ടോ, പതുക്കെ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. പിന്നെ വേറെ ഒരു രസമുണ്ടായി. ഞാനിതൊരിക്കൽ എവിടുന്നോ പ്രസംഗിച്ചിട്ട് ആ പ്രസംഗം ഓൻ കേട്ടു, ഓനും എൻ്റെ പെരക്കാരും കേട്ടു. ഞാൻ പറഞ്ഞൊരാശയം എന്താ വെച്ചാൽ, ആ ബിസ്മി നൽകുന്ന ഒരു ദഅവത്തുണ്ട്, ഒറ്റ ബിസ്മി നൽകുന്ന ഒരു മാറ്റം. ആ മാറ്റത്തെ നമ്മൾ ഉൾക്കൊള്ളണം. ബിസ്മി എപ്പോഴും ദായിമാക്കണം. എല്ലാ കാര്യത്തിനും ബിസ്മില്ല. ബിസ്മി നീട്ടിയിട്ടും ചുരുക്കിയിട്ടും ചെല്ലാം. ബിസ്മി നീട്ടി ചെല്ലാൻ പറ്റും, ചുരുക്കിയിട്ടും ചെല്ലാം. നീട്ടി ചെല്ലുകയാണെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ചുരുക്കി ചെല്ലുമ്പോ ബിസ്മില്ലാ. ഹദീസിൽ ചുരുക്കി ചൊല്ലിയിട്ടുണ്ട്, കുല്ലു അംരിൻ ദീ ബാലിൻ ലാ യുബ്ദഉ ബിസ്മില്ലാഹി ഫഹുവ അബ്തറു. നന്മ ഉടയ ഏത് കാര്യവും ബിസ്മി കൊണ്ട് തുടങ്ങിയിട്ടില്ലെങ്കിൽ അത് ഖൈർ ബറക്കത്തിനെ തൊട്ട് മുറിഞ്ഞു പോകുമെന്ന് അഷ്റഫുൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി. അപ്പോൾ എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങൾക്കും ഒതുവോടുകൂടെ ഉണ്ടാകുക, ബിസ്മി എപ്പോഴും ദായിമാക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യം കൊണ്ട് വലിയ ദറജ. സ്വർഗത്തിന് 8 വാതിലുണ്ട് എന്ന് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുറക്കുന്നും പറഞ്ഞു. നമ്മളെ പള്ളിക്ക്, ജുമഅത്ത് പള്ളിക്ക് ഒതുണ്ടാക്കി കയറുന്ന ഹൗലിന്റെ അവിടെ പ്ലാസ്റ്റിക്കിന്റെ ബോർഡുമ്മേ നീല മഷിയിൽ ഒരു ദുആ എഴുതിയിട്ടുണ്ട്. ഒതുണ്ടാക്കിയിട്ട് 2 കൈയും കണ്ണും ആകാശത്ത് കൊളുത്തിയിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന വജഅൽനി മിൻ ഇബാദികസ് സാലിഹീൻ എന്ന ദുആ നടത്തിയാൽ സ്വർഗ്ഗത്തിന്റെ 8 വാതിലുകൾ തുറക്കപ്പെടുന്നതാണ് ഹദീസ് എന്ന് എഴുതിയിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കിട്ടുന്ന സ്ഥാനാണ് സ്വർഗത്തിന്റെ 8 വാതിലും തുറന്നു വെച്ച് മലക്കുകൾ മത്സരിച്ച് മാടി വിളിക്കുക എന്നുള്ളത്. വുളൂന്റെ ശബ്ദം ആയിരുന്നാ കിട്ടുന്നത്. അങ്ങനെ ചെറിയ ചെറിയ കാര്യത്തിൽ വലിയ സൂക്ഷ്മത പാലിച്ച് വലിയ ആബിദീങ്ങളായി മാറാൻ എല്ലാവരും തയ്യാറാവണം എന്നതാണ് നസീഹത്ത് ചെയ്യാനുള്ള വിഷയം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ ഖൈറിന്റെ അഹ്ലുകാരിൽ ചേർക്കട്ടെ. ഒരു ഫാത്തിഹ എല്ലാവരും ഓതി. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين آمين. بري الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അള്ളാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം സാലിഹായ അമലായി കബൂലാക്കണേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ ആജ്ഞ ചെയ്തു പോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ വിട്ടുപുറത്തും അഫാക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ ഖൈറിന്റെ അഹ്ലുകാരിൽ ചേർക്കണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ എല്ലാ മുറാദുകളെയും മനസ്സിലാക്കണേ അല്ലാഹ്. കുടുംബത്തിന് അനുയോജ്യമായ ജോലി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, രോഗങ്ങളെ ശിഫയാക്കണേ റഹ്മാനെ. മാലിലും ഔലാദിലും അസ്വാജിലും ബുയൂത്തിലും ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഇൽമിലും ആയുസ്സിലും ബറക്കത്ത് നൽകണേ അല്ലാഹ്. സാലിഹീങ്ങളിൽ ഞങ്ങളെയും മക്കളെയും ചേർക്കണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും നാഫിയായ ഇൽമ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മുത്തുനബിയോടുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ക് മഹബ്ബത്തിൽ ജീവിപ്പിക്കണേ അല്ലാഹ്. പരിപൂർണ ഈമാനോടുകൂടെ പുന്നാര നബിയെയും ബദരീങ്ങളെയും കണ്ട് മൗത്താകാനുള്ള തൗഫീഖിനെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.